നാഴികയ്ക്ക് 40 വട്ടം പ്രബുദ്ധരെന്ന് അഭിമാനിക്കുന്നവരാണ് നാം മലയാളികൾ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു ജനവിഭാഗം എന്നും നാം ഏറെ അന്തസ്സോടെ കൊട്ടിഘോഷിക്കാറുണ്ട്. അതുമാത്രമല്ല, കേരളത്തെക്കുറിച്ചും മലയാളിയെക്കുറിച്ചും ഒക്കെ നമ്മുടെ ധാരണകൾ ലോകത്തോളം അല്ലെങ്കിൽ ഹിമാലയത്തോളം പൊക്കമുള്ളതാണ് എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള മലയാളിക്ക് പക്ഷേ മലയാളം എത്ര കണ്ട് അറിയും, എത്ര കണ്ട് വഴങ്ങും എന്ന ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യം ഉയരുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ നമ്മളൊക്കെ അഭിമാനത്തോടെ പലപ്പോഴും പറയാറുണ്ട്, കുരച്ച് കുരച്ച് മലയാളം സംസാരിക്കാൻ അറിയും എന്ന്. ഇത് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിൽ മലയാളിയുടെ ഇടയിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാലോ? ഈ രൂപത്തിലല്ല എന്ന് മാത്രം. കാരണം മലയാളിക്ക് മലയാളം നന്നായിട്ട് അറിയില്ല, മലയാള വാക്കുകൾ അറിയില്ല. ആ മലയാള വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത്, മലയാള പദങ്ങൾ ഉപയോഗിക്കേണ്ടിടത്ത് വലിയ രീതിയിൽ ഇംഗ്ലീഷ് പദങ്ങൾ കടന്നു കയറിയിരിക്കുന്നു. നമുക്ക് ഒട്ടനവധി ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട്. പക്ഷേ ഞാൻ ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം പറയുന്നതിനേക്കാൾ കൂടുതൽ മലയാളിക്ക് ഇഷ്ടവും എളുപ്പവും ഇംഗ്ലീഷ് പറയുന്നതിനാണ്. മലയാളം വാക്കുകൾ ഉപയോഗിക്കേണ്ടിടത്ത് അവർ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു വലിയ അളവിൽ. എവിടെ പോകുന്നു? ഞാൻ ഓഫീസിൽ പോകുന്നു, കാര്യാലയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നയാൾ പറയുന്നവനെ പുച്ഛിക്കും. എവിടെ പോകുന്നു? സ്കൂളിൽ പോകുന്നു, വിദ്യാലയത്തിൽ പോകുന്നു എന്ന് മലയാളി കുട്ടികൾ പറയില്ല. പറഞ്ഞു പഠിക്കാൻ അവരെ നമ്മൾ അനുവദിച്ചിട്ടില്ല. അതാണ് സത്യം. ഇങ്ങനെ എന്തിനും ഏതിനും എവിടെയും മലയാളത്തിന് പകരം വയ്ക്കാൻ ഇംഗ്ലീഷ്, അങ്ങനെ ഒരു ശൈലി നമ്മൾ പിന്തുടർന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തു സംഭവിച്ചു? നമ്മുടെ ആബാലവൃദ്ധം ജനങ്ങൾക്കും മിക്ക മലയാള പദങ്ങളുടെയും അർത്ഥം അറിയില്ല. സാവധാനം എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. നമ്മൾ അതിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് പതുക്കെ എന്നാണ്. അവധാനം, അവധാനതയോടുകൂടി എന്നാണ്, അതായത് ശ്രദ്ധയോടുകൂടി എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അതുപോലെ ഭയങ്കര ഇഷ്ടം, ഈ ഇഷ്ടം എങ്ങനെയാണ് ഭയം ജനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒട്ടനവധി വാക്കുകളുണ്ട്. ഞാൻ വിസ്താര ഭയം നിമിത്തം അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ മലയാളി ഒരു കാര്യം മറക്കരുത്, മലയാളി കൂടി മലയാളത്തെ മറന്നാൽ ആ ഭാഷ പിന്നെ ഭൂമുഖത്ത് ഉണ്ടാകില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ഭാഷയിൽ ഇംഗ്ലീഷ് പദങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ, അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ മലയാളത്തെ മറക്കരുത്, അവഗണിക്കരുത്. അത് പൊറുക്കാനാവാത്ത തെറ്റാണ്. മാതൃഭാഷയും അതുപോലെ തന്നെ മാതാവും, ഇത് രണ്ടും ലോകത്ത് ഏത് വ്യക്തിക്കും വിലപ്പെട്ടതാണ്. അതിൻ്റെ മൂല്യം നമുക്ക് അളക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ. ഇത്രയും പറയാൻ ഒരു കാരണമുണ്ടായി. നമ്മുടെ ഒരു MLA, അദ്ദേഹം മുമ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. തിരുവല്ലയിൽ നിന്നും ജയിച്ച MLA ആയ മാത്യു ടി തോമസ്. അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് 2006, 2011 കാലത്ത് VS സർക്കാരിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം കുറച്ച് നാൾ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ആ ഗതാഗത വകുപ്പിൽ KSRTCയെ പ്രത്യേകിച്ചും തകർന്നു പോകുമായിരുന്ന, അമ്പേ പരാജയപ്പെട്ടു പോയ ഒരവസ്ഥയിൽ നിന്ന് KSRTCയെ കരകയറ്റിയ മന്ത്രി കൂടിയാണ് അദ്ദേഹം. പരമാവധി KSRTCക്ക് പ്രയോജനമുണ്ടാകുന്ന വിധത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ്. വളരെ രസകരമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അതേസമയം അത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയത്, മറ്റൊന്നുമില്ല. അദ്ദേഹം തൻ്റെ കാറുമായിട്ട് നമ്മുടെ നിയമസഭയിൽ എത്തുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ നിയമസഭാ കോംപ്ലക്സ് അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോംപ്ലക്സ്, നിയമസഭാ സമുച്ചയത്തിൽ അദ്ദേഹം എത്തുന്നു. അവിടെ MLAമാരുടെ കാറ് പാർക്ക് ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട്. ഈ MLA എന്നാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിയമസഭാംഗം.
ജനങ്ങൾ ഒരു മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച അവരുടെ പ്രതിനിധി, അങ്ങനെയുള്ള നിയമസഭാ അംഗത്തിൻ്റെ ഇംഗ്ലീഷ് പേരാണ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അദ്ദേഹം ഈ MLA മാരുടെ കാർ പാർക്കിംഗ്, അവിടെ ബോർഡുണ്ട്, കാർ പാർക്കിംഗ് ഫോർ MLA അല്ലെങ്കിൽ മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം കാറുകൾ, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ കാറ് കൊണ്ടുവന്ന് ഇടാൻ ശ്രമിച്ചു. ഉടനെ ഒരു പുതുതായിട്ട് അവിടെ ജോയിൻ ചെയ്ത വാച്ചൻ വാർഡിലുള്ള ഒരാൾ, അതായത് ഈ വാച്ചൻ വാർഡ് എന്ന് പറയുന്നവർക്കാണ് നിയമസഭാ സമുച്ചയത്തിൻ്റെ അതിനകത്തും അതിൻ്റെ തൊട്ടുപുറത്തും അവർക്കാണ് സുരക്ഷാ ചുമതല. അവരാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വാസ്തവത്തിൽ സുരക്ഷാ ചുമതല പോലീസിനാണ് എങ്കിലും അവിടെ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ഇവരാണ്. അങ്ങനെയുള്ള വാച്ചൻ വാർഡ്, അതിൻ്റെ മലയാളത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ആ മലയാളം പറഞ്ഞ് പ്രേക്ഷകരെ കൂടുതൽ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വിനയത്തോടെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അങ്ങനെ കാർ പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ വാച്ചൻ വാർഡ് പറഞ്ഞത് ഇത് MLA-മാരുടെ കാർ ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ നിയമസഭാംഗം എന്ന ബോർഡാണ് വച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ MLA എന്ന് ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതി വച്ചിട്ടില്ലായിരുന്നു. ആ ബോർഡല്ല ആ കാറിൽ ഉപയോഗിച്ചിരുന്നത്. മലയാളത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന മാത്യു ടി തോമസിന് നിയമസഭാംഗം എന്ന മലയാളത്തിൽ ബോർഡ് വയ്ക്കാനേ കഴിയുകയുള്ളൂ. അതാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പക്ഷേ നിയമസഭാംഗം എന്നത് MLA-യുടെ മലയാളമാണെന്ന് വാച്ചൻ വാർഡിന് അറിഞ്ഞുകൂടായിരുന്നു. നമുക്ക് മാത്യു ടി തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഈ കാര്യത്തിലേക്ക് വെളിച്ചം വീശും. അതെന്താണെന്ന് നോക്കാം. വളരെ രസകരമാണ് അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ 2018 മുതൽ ഉപയോഗിക്കുന്ന കാറാണിത്. 2.25 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇന്ന് നിയമസഭയിൽ ചെന്ന് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വണ്ടി ഒതുക്കിയിടാൻ ശ്രമിച്ചപ്പോൾ എന്നെ അത്ര പരിചയമില്ലാത്ത ഒരു വാച്ചൻ വാർഡ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന എന്നോട് വളരെ വിനയത്തോടെ പറഞ്ഞു, ഇവിടെ MLA-മാരുടെ വാഹനങ്ങൾ മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. നിയമസഭാ അംഗങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന എൻ്റെ ചോദ്യത്തിന് ഉടനെ മറുപടി വന്നു, MLA-മാരുടെ വാഹനങ്ങൾ മാത്രമേ പറ്റൂ. MLA എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലേ ഒരു ഗമ ആകൂവെന്ന് പലതവണ എൻ്റെ ഡ്രൈവർ വിഷ്ണു എന്നെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് എത്ര ശരിയാണെന്ന് ഇന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഞാൻ. എന്തായാലും ഇതിങ്ങനെ പോട്ടെ, ഞാനത് വലിയ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നോക്കൂ, ഇതിൽ ഈ വാച്ചൻ വാർഡിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അദ്ദേഹം നേടിയ വിദ്യാഭ്യാസം അങ്ങനത്തതാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന, ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾ പോലും, ഒരു കാലത്ത് മലയാളം മീഡിയമായിരുന്ന ഗവൺമെൻറ് സ്കൂളുകളെല്ലാം ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് ഇംഗ്ലീഷാണ് നമ്മുടെ ഭാഷ. ഇംഗ്ലീഷിൽ പഠിച്ചാലേ പഠിപ്പ് ശരിയാകൂ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ, അച്ഛനമ്മമാർ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്നു. നല്ലത് തന്നെ, ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷേ മലയാളം മറക്കരുത്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ സുന്ദരമാണ് എന്ന് ചൊല്ലിപ്പഠിച്ച ഒരു മുൻ തലമുറ നമുക്കുണ്ട്. ആ തലമുറയുടെ വൈശിഷ്ട്യം, ആ പാരമ്പര്യത്തിൻ്റെ നന്മ ഒക്കെ നമ്മൾ വിട്ടുകളയരുത്. ഇവിടെ ഈ MLA-യുടെ മലയാള രൂപമാണ് നിയമസഭാംഗം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വാച്ചൻ വാർഡിനെ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞത്. അത് ആ വ്യക്തിയുടെ കുറ്റമല്ല, ആ വ്യക്തിക്ക് പകർന്നു കൊടുത്ത വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വീഴ്ചയാണ് എന്ന് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ. കൃത്യമായിട്ട് നമുക്ക് മലയാള പദങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാതായിരിക്കുന്നു. സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ കണക്കറ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റു ഭാഷകളോട് നമുക്ക് പ്രേമത്തിന് കുറവൊന്നുമില്ല. തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും കന്നഡയാണെങ്കിലും ഇനി ഹിന്ദിയാണെങ്കിലും മലയാളിക്ക് പഠിക്കാൻ വളരെ സന്തോഷമേ ഉള്ളൂ. നല്ല കാര്യമാണ്, ഏതു ഭാഷയും പഠിക്കണം. പല വിദേശ ഭാഷകളും പഠിപ്പിക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്.
അതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇതെല്ലാം പഠിക്കുമ്പോഴും മലയാളത്തെ മറക്കരുത്. മലയാളത്തെ മറന്നാൽ വേര് നഷ്ടപ്പെട്ട വൃക്ഷത്തിന് തുല്യമാകും മലയാളിയുടെ ഊർജവും മലയാളിയുടെ അതിജീവനവും ഒക്കെ മലയാളിക്ക് ലഭിക്കുന്നത് മലയാളം എന്ന ഭാഷയിൽ നിന്നാണ്. നോക്കൂ, ഇത്ര സുന്ദരമായൊരു ഭാഷ ലോകത്ത് വേറെയില്ല. ഇത്ര ഉച്ചാരണ സ്ഫുടത നിലനിൽക്കുന്നൊരു ഭാഷ ലോകത്ത് വേറെയില്ല. നമ്മൾ ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ, അത് ദക്ഷിണ ഭാരതമടക്കം സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ പോലും വ്യത്യാസം, വളരെ കൃത്യമായ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ പദങ്ങൾ നല്ല ഭംഗിയോടുകൂടി അർത്ഥത്തെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ വാക്കുകൾ കൃത്യമായ അർത്ഥത്തെ കേൾവിക്കാരനിലേക്ക് എത്തിക്കുന്നു. അത്ര സുന്ദരവും മനോഹരവും എന്നാൽ അർത്ഥപുഷ്ടവുമായ ഒരു ഭാഷയാണ് മലയാളം. പക്ഷേ എന്തുകൊണ്ടോ മലയാളിക്ക് മലയാളത്തെ വേണ്ടത്ര ഗൗനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുൻ മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും വളരെ സരസനും സൗമ്യനുമായ ഒരു നിയമസഭാംഗമാണ്, ജനപ്രതിനിധിയാണ് മാത്യു ടി തോമസ്. പലപ്പോഴും നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കേൾക്കാനും റിപ്പോർട്ട് ചെയ്യാനും അവസരം കിട്ടിയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. സൗമ്യനായ, സരസനായ, അങ്ങേയറ്റം ലളിതമായി സംസാരിക്കുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹം. സാധാരണ രാഷ്ട്രീയക്കാർക്കില്ലാത്ത പല നന്മകളും ഗുണങ്ങളും ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ഇത്ര ലളിതമായി മലയാളിയുടെ ഈ ഒരു പോരായ്മയെ അല്ലെങ്കിൽ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയത്തെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. അത് മലയാളി പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാനും വരും തലമുറയെങ്കിലും മലയാളം വേണ്ട രീതിയിൽ സംസാരിക്കാനും മലയാള ഭാഷയെ ഉപയോഗിക്കാനും പ്രാപ്തമാക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അതിനുവേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഒരു ശ്രമം നടത്താൻ എല്ലാ മലയാളികളും തയ്യാറായില്ലെങ്കിൽ മലയാള ഭാഷ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. മറ്റു പല ഭാഷകളും ഇന്ന് ലോകത്ത് ഇല്ലാതായതുപോലെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അലസത കൊണ്ട്, നമ്മുടെ ഈ അഹംഭാവം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഊതിപ്പെരിപ്പിച്ച ഈ ഒരു ആഡംബര ഭ്രമമുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ഭാഷ, നമ്മുടെ മാതൃഭാഷ, പെറ്റമ്മയെപ്പോലെ, പിറന്ന നാടിനെപ്പോലെ നാം സ്നേഹിക്കേണ്ട നമ്മുടെ ഭാഷ നമ്മളിൽ നിന്ന് അകന്നു പോകും. എനിക്ക് അതൊരു വലിയ അപകടം കൂടിയാണ്. മാതൃഭാഷ മറക്കുന്നവൻ മാതാവിനെ മറക്കാൻ ഒട്ടും വൈകില്ല എന്ന ഒരു നഗ്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ മലയാളികളും ദയവായി മലയാളം കൃത്യമായി ഉപയോഗിക്കാൻ, തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ അല്പമെങ്കിലും ശ്രമിക്കണം, ശ്രദ്ധിക്കണം. മനഃപൂർവ്വമായിട്ടെങ്കിലും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം. ദയവായി ഇതൊരു അപേക്ഷയായിട്ട് മാത്രമേ കണക്കാക്കാവൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.